അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 71 സങ്കീർത്തനം 5 വാക്യം നമുക്ക് വായിക്കാം. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു, ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 71 സങ്കീർത്തനം ദാവീദാണ് എഴുതിയതെന്ന് പറയപ്പെടുന്നു. പ്രായമായ ഒരാളുടെ പ്രാർത്ഥനയാണിതെന്ന് പറയുന്നതിൽ തെറ്റില്ല. ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മകളാണ് ദൈവത്തിൽ ആശ്രയിക്കുവാനായി ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതെന്ന് 1 ശമൂവേൽ 17 അധ്യായം 33 വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്തീനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല, നീ ബാലകനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയന്നപ്പൻ്റെ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്നും മാട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിൻ്റെ വായിൽ നിന്നും മാട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിലൊന്നിനെ പോലെ ആകും. നീ ബാലകൻ ആകുന്നു എന്ന് പറഞ്ഞ ശൗലിനുള്ള ചുട്ട മറുപടിയാണ് ദാവീദ് കൊടുത്തത്. ബാലനാണെങ്കിലും ആ പ്രായത്തിലും ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുകയും ദൈവത്തെ അടുത്തറിയുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവനായിരുന്നു ദാവീദ്. ഒരിക്കലൊരു സിംഹവും ഒരിക്കലൊരു കരടിയും എന്ന പ്രയോഗത്തിൽ സിംഹവും കരടിയും ഒരുമിച്ചല്ല വന്നതെന്ന് സൂചിപ്പിക്കുന്നു. ഒരിക്കൽ സിംഹം വന്നിട്ട് തനിക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയതുപോലുള്ള സ്ഥലത്താണ് അവൻ വീണ്ടും ആടിനെ തീറ്റുവാൻ ചെന്നത്. പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നതുകൊണ്ട് പേടിച്ച് ഓടി ഒളിക്കുന്നവനല്ലായിരുന്നു ആ ബാലൻ. അതിന് കാരണം അവൻ ആരെയാണ് ആശ്രയിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. നാം പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. അത് ദൈവത്തെ ആശ്രയിക്കുന്നതാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ സൂചിപ്പിച്ചുവെന്ന് മാത്രം. നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എപ്പോഴും നാം ദൈവവുമായി ഉല്ലസിക്കുവാൻ സമയം കണ്ടെത്തും. ആടിനെ തീറ്റുന്നതിനായി വനത്തിൽ പോകുമ്പോൾ കിന്നരം എന്തിനാണ് മകനെ എന്ന് ദാവീദിൻ്റെ മാതാപിതാക്കൾ ചോദിച്ചു കാണുമോ എന്ന് നമുക്കറിയില്ല. എന്നാൽ കിന്നരം കയ്യിലുണ്ടെങ്കിൽ ശരിയായി ആടിനെ തീറ്റുവാൻ കഴിയുകയില്ല എന്ന അഭിപ്രായം അവൻ്റെ മൂത്ത ജ്യേഷ്ഠന്മാർക്കുണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാവീദിനോട് ആരെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചാൽ അവൻ പറയുവാൻ സാധ്യതയുള്ള ഉത്തരം ഇപ്രകാരം ആയിരിക്കുവാനാണ് സാധ്യത: ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നായിരിക്കുവാനാണ് സാധ്യത. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ കിളിവാതിൽ ജെറുസലേമിന് നേരെ തുറന്നിരിക്കും. ഏത് സിംഹക്കുഴിയിലിടുമെന്ന് പറഞ്ഞാലും ദാനിയേലിൻ്റെ പ്രാർത്ഥന മുടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തന്നെത്താൻ അശുദ്ധനാകുവാൻ സമ്മതിക്കുകയില്ല. കാരണം തന്നെത്താൻ അശുദ്ധനായാൽ അവന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യം അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പാപം പാഷാണം പോലെ ഭീകരമാണെന്ന് നാം മനസ്സിലാക്കണം. വിഷം കഴിക്കുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും പറന്നകലുന്നു. എന്നാൽ പാപം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ആത്മാവിൽ നിന്നും ദൈവാത്മാവ് പറന്നകലുന്നു. ആ യാഥാർത്ഥ്യം അറിയാവുന്ന ജോസഫും ദാനിയേലും ശദ്രക്കും മേശക്കും അബേദ്നെഗോവും വ്യഭിചാരം ചെയ്യുകയോ രാജഭോജനവും രാജവീഞ്ഞും ഉപയോഗിക്കുകയോ രാജാവ് നിർത്തിയ സ്വർണ്ണ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ തല വണക്കുകയോ ചെയ്യുകയില്ല. എന്നതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദാവീദിന് കിന്നരം ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ശൗലിൽ നിന്നും സാത്താൻ ഓടി മറയുന്നു. അതുപോലെ തന്നെ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ദാവീദിൻ്റെ ആടുകൾ സമാധാനമായി ദാവീദിൻ്റെ ചുറ്റും നിന്ന് പുല്ല് തിന്നുന്നു. തന്നെയുമല്ല, കാട്ടുമൃഗങ്ങൾക്ക് ആടുകളെയോ ദാവീദിനെയോ ഉപദ്രവിക്കുവാൻ സാധിക്കാത്ത വിധം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിറഞ്ഞു വരുന്നു. അഥവാ ഒരു മൃഗം അവിടെ വന്നാൽ ജീവനോട് അതിനെ അവിടെ വിട്ടു പോകുവാൻ ദൈവാത്മാവ് സമ്മതിക്കുകയില്ല. അതാണ് ദാവീദ് കൊന്നുകളഞ്ഞ സിംഹത്തിൻ്റെയും കരടിയുടെയും അനുഭവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് ദൈവത്തിൽ ബാല്യം മുതൽ ആശ്രയിക്കുന്ന ദാവീദിനെ കുറിച്ചായിരുന്നുവല്ലോ. ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ കഴിയണമെങ്കിൽ നിശ്ചയമായും നാം ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടി വരും. ദൈവത്തെ പ്രസാദിപ്പിച്ച ദാവീദ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. 66 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്.
എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് അവരുടെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കാം എന്നാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യത്തിലെ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ആകയാൽ നാം യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ നമുക്ക് യേശുവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിയും. നാം യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്യും എന്ന വാഗ്ദാനം യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യത്തിലും 21-ാം വാക്യത്തിലും 23-ാം വാക്യത്തിലും യേശു നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഒരു പക്ഷേ കടുവയോ സിംഹമോ അഗ്നികുണ്ഡമോ സിംഹക്കുഴിയോ പോത്തിഫേറിൻ്റെ ഭാര്യയോ നമ്മുടെ മുൻപിലും വന്നേക്കാം. അവയുടെ എല്ലാം മുൻപിൽ യഹോവയിൽ ആശ്രയിക്കുന്നവൻ വിജയക്കൊടി പാറിക്കും എന്നതിൽ സംശയമില്ല. കാരണം യേശു കർത്താവ് അവയിൽ നിന്നെല്ലാം നമ്മെ കാത്തു പരിപാലിക്കുകയും നല്ല ഉപദേശം തരികയും ചെയ്യും. യേശു നമ്മുടെ ഭവനത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും നായകനായിട്ടുണ്ടെങ്കിൽ ആശ്വാസം നിരസിക്കപ്പെടുന്ന സമയങ്ങളിൽ അവൻ ഓടി വന്ന് നദി പോലെ ആശ്വാസം തരികയും പ്രതിസന്ധികൾ പരിഹരിക്കുകയും ചെയ്യുന്നു. നാം കർത്താവിൻ്റെ കൽപ്പനകൾ ഓർത്ത് അനുസരിച്ചാൽ ദൈവവചനം നാം നടക്കേണ്ടുന്ന പാതയിൽ കൂടി മാത്രം നടത്തി ലക്ഷ്യത്തിൽ എത്തിക്കും. അതുകൊണ്ടാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നുവെന്ന് 119-ാം സങ്കീർത്തനം 105-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൽപ്പനകൾ അനുസരിക്കുവാനായി നമുക്ക് ഹൃദയവാഞ്ചിയുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ സാധ്യമാക്കി തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാത്തവരായിരിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുത്ത് അവരുടെ വ്യസനം മാറ്റിക്കൊടുക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.